ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ ഓഫ് സ്കോപ്പിഡ് ഓഫ്. വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ ഈ ഒരു പമ്പിലാണ് കിടന്നത്. കണ്ട് ഇവിടെയാണ് ടെൻ്റ് അടിച്ച് കയറുന്നത്. ഒരു പമ്പിൽ ചോദിച്ചാൽ അവർ സമ്മതിച്ചില്ല. ഒരു ജിയോയുടെ പമ്പായിരുന്നു. അപ്പം രണ്ടാമത് ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ അവർ സമ്മതിച്ചു. നമുക്കിനി ഇവിടുന്ന് 62 കിലോമീറ്റർ ആണുള്ളത്. 1 hour 11 minutes കാണിക്കുന്നുണ്ട്. വഴിയെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ്. എൻ്റെ വണ്ടിയും ജാക്കറ്റ് ഫുള്ള് പൊടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പൊടി. ട്രക്ക് പോയിട്ട് പൊടിയൊക്കെ പറന്നിട്ട് ഒരു രക്ഷയില്ല, മൊത്തം കുളമായിട്ട് ഞെട്ടൊന്ന്. എന്നാലും ഇവർ സമ്മതിച്ചുകൊണ്ട് ഇവിടെ കിടക്കാൻ പറ്റി. ഇല്ലെങ്കിൽ ഈ പൊടിക്കകത്തോടെ വൈകിട്ട് നല്ല തണുപ്പാണ്, ജാക്കറ്റിനകത്തോടെ തണുപ്പടിച്ച് കയറിയിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. അപ്പം നമ്മളിവിടെ കിടക്കാൻ സഹായിച്ച പമ്പിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. എന്തായാലും 3 കട്ടയുണ്ട്, ബാക്കി പെട്രോളും കൂടെ ഇവിടെ നിന്ന് അടിച്ചിട്ട് പോകാം. ഇത് കണ്ടോ, ഗ്ലൗസിൻ്റെ ഒക്കെ കോലം കണ്ടോ, പൊടി കണ്ടോ. ഗോപ്രോയുടെ ഗ്ലാസ്സൊക്കെ ഫുള്ള് പൊടിയായിരുന്നു. ഞാൻ പിന്നെ ഇപ്പോൾ ക്ലീൻ ചെയ്തതാണ്. ഫുള്ള് ഫുൾ ഫുൾ डाल दीजिए बस डाल दे. അപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിരിക്കുകയാണ്. എന്തായാലും 840 രൂപയ്ക്ക് കയറിയല്ലോ. 3 കട്ട ഉണ്ടല്ലോ. സാറിന് ഫുൾ ടാങ്ക് ഒരു 1000-1100 മാക്സിമം വരുന്നത്. ഇവിടെ 104 തോന്നുന്നു പെട്രോളോ. ഗോവയിൽ അടിപൊളി കേട്ടോ, 94-96 വേണ്ട. അപ്പം here we go, we are coming Mumbai. ട്രക്കൊന്നും ഇല്ലായിരുന്നിരുന്നെങ്കിൽ കുറച്ച് പൊടി കുറഞ്ഞാണ്. കുണ്ടിയൊക്കെ വേദന എടുക്കുന്നു. ഇരുന്ന് ബാഗ് ഇങ്ങോട്ട് കയറി പോരുമ്പോൾ ഇതുണ്ട്, ഈ പൊടി കണ്ടോ, ഈ ഒടുക്കത്തെ പൊടിയാണ് അടിച്ച് കയറിയത്. പോരാത്തതിനൊരു 100 ഹമ്പും ട്രക്കും. ഇനി ആകെ ഒരു പ്രതീക്ഷ ഗുജറാത്തിലോട്ടുള്ള ഹൈവേ, അതെങ്കിലും നന്നായിട്ടിരുന്നാൽ മതിയായിരുന്നു. നമുക്ക് ഇങ്ങനെ കയറി ഇരുന്നിട്ട് കൈ കൊടുത്തിട്ട് വെറുതെ ഇരിക്കണം. ഹമ്പ് വരാൻ പാടില്ല, ഗട്ടർ വരാൻ പാടില്ല, വളവ് വരാൻ പാടില്ല. എന്ത് രസമായിരിക്കും വെറുതെ ഇരിക്കുമ്പം. ഇതുപോലൊക്കെ ആയാൽ മതിയായിരുന്നു റോഡ്. ഇങ്ങോട്ട് വന്ന ടൈപ്പ് റോഡൊന്നും ഇല്ലായിരുന്നാൽ മതിയായിരുന്നു. പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പൊടിയാണ്. ഇതല്ലേ സിമെൻറ്റ് കൊണ്ടുവന്ന വണ്ടി? ഒരു ഈ സിമെൻറ്റ് എങ്ങനെ ഇതിനകത്ത് ഇറക്കും? ഒരു പൊട്ടിയല്ലേ, ഓസ് വഴി വലിക്കുമായിരിക്കും. എന്തൊരു വെള്ളത്തിൻ്റെ അംശം തന്നെ ചെയ്യും. സിമെൻറ്റ് മുഴുവൻ പോയില്ലേ. മഞ്ഞ് കണ്ടോ, മഞ്ഞ്. വണ്ടിയൊക്കെ രാവിലെ നനഞ്ഞിരിക്കുകയായിരുന്നു മഞ്ഞ് കാരണം. എന്തായാലും അവരാ കിടക്കാൻ സമ്മതിച്ചിട്ട് നന്നായി കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടെൻ്റടി പൂർത്തിയായിരിക്കുകയാണ്. ഇനി എല്ലാ പമ്പിലും ചെന്ന് ചോദിക്കാനുള്ള ധൈര്യം കിട്ടി. ആദ്യം എനിക്ക് ചോദിക്കാൻ മടിയായിരുന്നു, കുറേ പമ്പ് വിട്ട്. കുറേ എന്ന് വെച്ചാൽ കുറേ, ഒരു 5-10 പമ്പോളം വിട്ട് ഞാൻ ചോദിക്കാൻ മടിയായ കാരണം. അവസാനം വന്ന് ജിയോയിൽ ചോദിച്ചു, അവർ സമ്മതിച്ചില്ല. പിന്നെ അടുത്തടുത്ത് വന്ന് ഇവിടെ ചോദിച്ചു. അവർ ഒരു ചേട്ടൻ ആദ്യം സമ്മതിച്ചില്ല, രണ്ടാമത്തെ ചേട്ടൻ പറഞ്ഞു ഓക്കെ കടന്നോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പോയാൻ, എനിക്ക് തണുപ്പ് കാരണം ഒരു രക്ഷയില്ല, അതുകൊണ്ടാണ് കിടന്നോട്ടെ ഞാൻ ചോദിച്ചേന്ന് പറഞ്ഞു. നന്നായി. ഏതായാലും റൂമിൻ്റെ കാര്യത്തിൽ ടെൻഷനില്ലല്ലോ, അല്ലെങ്കിൽ രാത്രി ഒന്ന് റൂം എടുക്കാൻ നഷ്ടമായേനെ. രാവിലെ ചെക്കോട്ട് 11 മണി 12 മണിയാകുമ്പോൾ ചെക്കോട്ട്, പിന്നെ നഷ്ടമാണ്. സോ ഇറ്റ്സ് ഗുഡ്. ട്രയംഫ് പോകുന്നു. എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ നേരെ മുംബൈ ചെല്ലുക, റൂം എടുക്കുക. എനിക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ജാക്കറ്റ് വാഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ ജാക്കറ്റ് വാഷ് ചെയ്യാൻ കൊടുക്കുക. പിന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. വീഡിയോ ഇമ്പോർട്ടൻ്റ് വീഡിയോ എഡിറ്റ് ചെയ്യുക, വീഡിയോ ക്ലൗഡിലേക്ക് അപ്ലോഡ് ചെയ്യുക. നല്ല നെറ്റുള്ളതായിരിക്കണം എവിടെ ആണെങ്കിലും. വീഡിയോ ക്ലൗഡിലേക്ക് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് ഫുള്ളാണ്. എനിക്കിത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. ഇഷ്ടം പോലെ ധാബയുണ്ട് കേട്ടോ. ഈ ട്രക്ക് പോകുന്ന വഴി ആയതുകൊണ്ട് ഹൈവേ കൂടെ അല്ലേ, ഇഷ്ടം പോലെ ധാബ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. എത്ര എണ്ണമാണെന്നറിയാം, ഓരോ 100 മീറ്റർ 50 മീറ്റർ റോഡ് ധാബയാണ്. പൻവേൽ എത്തിയോ ശരിക്കും? പൻവേൽ എത്തിയില്ലെന്നോ തോന്നുന്നത്. കാരണം ഒന്നും ഓർമ്മയില്ല, പൊടി കാരണം ഒന്നും കാണാൻ വയ്യായിരുന്നു. ഉണക്കമീൻ വെച്ചിരിക്കുന്നതാണോ? വണ്ടി ഓഫ് ആവുന്നുണ്ടല്ലോ. വണ്ടി നമ്മൾ ഡൗൺ ചെയ്യുമ്പോൾ, സ്പീഡ് കുറച്ച് വന്ന് ഡൗൺ ചെയ്യുമ്പോഴത്തേനും ഓഫായി പോന്നു. സർവീസിന് കൊടുത്തപ്പം പറഞ്ഞാണ് അവർ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ സർവീസ് കഴിഞ്ഞിട്ട് വലിയ കുഴപ്പമൊന്നും ഇപ്പോഴത്തെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ബോംബെയിൽ അടുത്തെങ്ങാണ് ട്രാഫിൻ്റെ ഷോറൂമൊക്കെ കൊണ്ടുവന്ന് കാണിക്കാം. കണ്ടാലും പ്രശ്നമാണ്, കാണിക്കാൻ പറ്റില്ല. അതിൻ്റെ കുറേ സമയം കളയാണ്ടല്ലോ. പമ്പുകാർ സമ്മതിക്കുകയാണെങ്കിൽ ബാത്റൂമുകൾ യൂസ് ചെയ്യാൻ പറ്റിയ. പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചാർജിൻ്റെ പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അത് മതി. നൈസായിട്ട് അവിടെ കിടക്കാം.
ഇഷ്ടം പോലെ സൂപ്പർ ബൈക്കുകാർ രാവിലെ കണ്ടു കേട്ടോ. ഇഷ്ടം പോലെ വെച്ച് കഴിഞ്ഞാൽ രാവിലെ പമ്പിൽ 3 പേര് വന്നു. 2 ഹയാബൂസ, പിന്നെ ഒരു സ്ട്രീറ്റ് ട്രിപ്പിളാന്ന് തോന്നുന്നു ട്രയംഫിൻ്റെ. ഇപ്പം നോക്കിയപ്പോൾ ടൈഗർ അങ്ങോട്ട് പോകുന്നുണ്ട്. ടൈഗർ ഒരു സ്പീഡ് 400 അങ്ങോട്ട് പോകുന്നുണ്ട്. ഇവിടെ പിന്നെ ബൈക്കിനൊരു കുറവില്ലാത്തതുകൊണ്ട്, പൈസയ്ക്ക് ഒരു കുറവില്ലാത്തതുകൊണ്ട് ഇഷ്ടം പോലെ പോഷ് ബൈക്കുകളും കാറുകളും ഒക്കെ കാണാം. നേരം വെളുത്തോണ്ട് നന്നായി. രാത്രി വന്നിട്ട് ഒരു കുന്തവും കാണാൻ വയ്യായിരുന്നു. നമ്മൾക്ക് വരുമ്പോൾ എടുത്ത് ചാടിക്കായിരുന്നു, മറിക്കായിരുന്നു. അഡ്വഞ്ചർ ബൈക്ക് പോലെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒന്നും കാണാൻ വയ്യ. അടുത്ത് വരുമ്പോഴേ കാണത്തുള്ളൂ. ഫ്രണ്ടിൽ നിന്ന് ഈ ലൈറ്റ് ഉള്ളതുകൊണ്ട്, വണ്ടിയുടെ ലൈറ്റ് ഉള്ളതുകൊണ്ട് ഒന്നും കാണത്തില്ല. ഇവിടുത്തെ അല്പന്മാർ പോലീസിനെ കണ്ടുണ്ടോ? നമ്മുടെ സ്വന്തം പേഴ്സണൽ വണ്ടിയുടെ ഫ്രണ്ടിലെല്ലാം പോലീസ് എന്നുള്ള ബോർഡ് വെക്കും. വെറും അല്പന്മാരാ. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ടെൻ്റ് അടിച്ച് വൈകിട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ. ടെൻ്റ് അടിച്ചിട്ട് ടെൻഷനായിരുന്നു. എവിടെ അടിക്കും, എങ്ങനെ അടിക്കും, ഒരു പിടിയില്ല. അതിൽ സമ്മതിക്കുമോ? ഇനി ഈ ടെൻ്റ് ഏതെങ്കിലും നല്ല മലയുടെ മുകളിൽ പോയി അടിച്ചിട്ട് അവിടെ കിടന്നൊന്ന് ഉറങ്ങണം. ഹിമാചലിൽ എവിടെയെങ്കിലൊക്കെ പോയിട്ട്. അതൊരാഗ്രഹം. രാവിലത്തെ മോർണിംഗ് അവിടെ നിന്ന് കാണണം. എന്ത് പറയുക, കുതിരപ്പുറത്തിരിക്കുന്ന പോലെയാണല്ലോ ഇവിടുത്തെ ചാട്ടം. ഇത് മഞ്ഞാണോ പൊല്യൂഷനാണോ ഒന്നും അറിയത്തില്ല. ഡൽഹിയിൽ ഇതുപോലെ കാണും, പക്ഷേ അത് കൂടുതലും പൊല്യൂഷനാണ്. ഇൻഡസ്ട്രിയൽ ഏരിയ ഒത്തിരി ഉള്ളതുകൊണ്ട് അവിടെ ഉണ്ട്, ഇവിടെയുണ്ട്. സോ നമ്മളത് മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യും. സോ നമ്മളത് തെറ്റിദ്ധരിക്കും മഞ്ഞാന്ന് വെച്ചിട്ട്. ബട്ട് മോസ്റ്റ് ഓഫ് ദ കേസ് ഇത് മഞ്ഞായിരിക്കില്ല. നമ്മൾ ജീവിതത്തിൽ ആയ പ്രായത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലോർ ചെയ്യുക, എന്തെങ്കിലും ഒന്ന് ജീവിതം ഒന്ന് ആസ്വദിക്കാൻ ശ്രമിക്കുക. നമ്മൾ ചെറുപ്പത്തിലെ പൈസയുടെ പുറകെ ഒന്നും പായാതെ. കാരണം അങ്ങനെ ഒരു ലൈഫ് പിന്നെ പറ്റില്ല. പിന്നെ പ്രായമായി കഴിഞ്ഞാൽ പാടാണ്. പറ്റില്ല എന്നല്ല, പാടാണ്. അത് റിയാലിറ്റിയാണ്. പാടാണെന്നുള്ളത് അംഗീകരിച്ചേ പറ്റൂ. പിന്നെ ജീവിതത്തിൽ പ്രാരാബ്ദങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ പാടാണ്. സോ ആയ കാലത്ത് പോവുക, എൻജോയ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ പഠിത്തമാണെങ്കിൽ പഠിത്തവും ജോലിയൊക്കെ നടക്കണം. കാരണം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും. എല്ലാം നടക്കണം. ഒന്നും തന്നെ വേണമെന്നല്ല പറയണം. ജോലി ചെയ്യുന്നതിനപ്പോൾ ജോലി ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ സൈഡ് ഇതുണ്ടെങ്കിൽ, ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് പോവുക, കറങ്ങാൻ പോവുക. അതിൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ ചെയ്യുക. കാരണം ഓപ്ഷൻസ് ഇഷ്ടം പോലെയാണ്. പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ. ഓപ്പർച്യൂണിറ്റീസ് എൻഡ്ലെസ് ആണ്. ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റിയാണ്. ചുമ്മാ ഒരു കമ്പ്യൂട്ടർ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു വരുമാനം ഉണ്ടാക്കാം. പിന്നെ ഓൺലൈൻ ആണെങ്കിലും എന്താണേലും ലൈഫ് എൻജോയ് ചെയ്യുക, കാണാൻ പോവുക. ഹോട്ടൽ സംഘം ഫാമിലി റെസ്റ്റോറൻറ്റ്. നമുക്ക് ഇവിടുന്ന് റൈറ്റ് അണ്ടർ പാസിൽ കൂടെ, ബ്രിഡ്ജിനടിയിൽ കൂടെ നമുക്ക് റൈറ്റാണ് ഇനി എടുക്കേണ്ടത്. ഇനി 7.9 കിലോമീറ്റേഴ്സ് 12 മിനിറ്റ്സ് കാണിക്കുന്നുണ്ട്. ഇതൊരു വിഷമമാണോ? ചുമ്മാ ഓടി കിടന്നുണ്ട്. ഒരു ശകല സ്ഥലമുണ്ട്, അവിടെ ഫ്ലാറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇത് കണ്ടോ? ആ ഫ്ലാറ്റിൻ്റെയൊക്കെ അവസ്ഥ കണ്ടോ? പഴകി ഒരു പരുവായി. അപ്പോൾ പഴകുമ്പോൾ പുതിയത് പണിയണ്ടേ? അതിനായിരിക്കും പണിയുന്നത്. ഇവിടെ എന്ത് ഉത്തമമാണെന്നാലും മേടിക്കാൻ ആളുണ്ട്. പിന്നെ എന്താ പ്രശ്നം? ഓ, സ്ലമ്മ് കണ്ടോ? സ്ലമ്മ്, മുംബൈ സ്ലം. ഓ മൈ ഗോഡ്, മെയിൻ സ്ലമ്മാണെന്ന് തോന്നുന്നില്ല ഇത്. ഗൈസ്, നമ്മളങ്ങനെ പനവേലെത്തി കേട്ടോ. ഇനി ഇവിടുന്ന് മുംബൈക്ക് എക്സ്പ്രസ് വേ അല്ല, ഹൈവേ ആണെന്ന് തോന്നുന്നു. ഹൈവേ മറ്റേ അടൽ സേതു ഇല്ലേ, ഈയിടയ്ക്ക് അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്ത കടലിന് വേണ്ടിയുള്ള, അതിലൂടെ ആണോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. ആണെങ്കിൽ രക്ഷപ്പെട്ടു. ബോർഡ് അവിടെ വെച്ചിരിക്കുന്ന അടൽ സേതു വഴി മുംബൈ എന്നാണ് കാണിച്ചിരിക്കുന്നത്. ആണെങ്കിൽ രാവിലെ തന്നെ അടിപൊളി വ്യൂ ആയിരിക്കും. ഇന്ത്യയുടെ ബിസിനസ് ഹബ്ബല്ലേ മുംബൈ? ബിസിനസ് ഹബ്ബ്, ബോളിവുഡ് ഹബ്ബ് എല്ലാം. എനിക്കൊന്ന് ഡൽഹിയൊക്കെ കൂടുതൽ കാര്യങ്ങൾ നടക്കുന്ന മുംബൈയിലാണെന്ന് തോന്നുന്നു. ഡൽഹി നമ്മൾ തലസ്ഥാനം എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും ബാക്കി ബിസിനസ് ബന്ധമായിട്ടൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളും സിനിമയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ എല്ലാം നടക്കുന്നത് മുംബൈയിലല്ലേ. റിലയൻസിൻ്റെ ഇഷ്ടം പോലെ വണ്ടികൾ കാണുന്നു, ബസ്സുകൾ കാണുന്നുണ്ട്. അവരുടെ സ്റ്റാഫിനെ കൊണ്ടുപോകുന്നത് റിലയൻസിൻ്റെ സ്ഥലമല്ലേ, അപ്പോൾ അവരുടെ വണ്ടി കണ്ടില്ലേ പിന്നെ ആരുടെ വണ്ടി കാണാനാണ്? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, കോസ്റ്റ് ഗാർഡിൻ്റെ സ്ഥലം അത്. റിലയൻസ് പൻവേൽ റെയിൽവേ സ്റ്റേഷനോ? എൻ്റെ ദൈവമേ, നല്ലൊരു നദി. അവിടെ നിന്ന് ആൾക്കാർ എന്നെ കാണിക്കുക. ആ വേസ്റ്റ് വെള്ളത്തിനകത്ത് നിന്ന് എന്തൊക്കെയോ ചെയ്യുന്ന ആൾക്കാർ. പക്ക വേസ്റ്റാണ് അതിനകത്തോടെ വരുന്നത്. ഇനി ഇവിടുന്ന് 36 കിലോമീറ്റർ 42 മിനിറ്റ്സാണ് കാണിക്കുന്നത്. ETA 8:35 AM. നോ
7:53 ആയി. അല്ലേ പോകാമോ? ക്യാമറ. ഞാൻ ആദ്യമായിട്ടാണ് മുംബൈ റോഡ് മാർഗം വരുന്നത്. ഞാൻ ട്രെയിനിനെ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടെന്നല്ലാതെ മുംബൈയിൽ കാല് കുത്തിയിട്ടില്ല. സോ ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം ഇൻ മുംബൈ. ഹലോ മുംബൈ, ആംചി മുംബൈ. ദിസ് ഈസ് നോട്ട് മുംബൈ. എനിവേ ഇറ്റ്സ് പൻവേൽ. നമ്മൾ അടൽ സേതു വഴിയെല്ലാം തോന്നുന്നു കേട്ടോ പോകുന്നത്. നമ്മൾ ഇട്ടിരിക്കുന്ന ലൊക്കേഷൻ അനുസരിച്ച് അതല്ല. അടൽ സേതു വഴി പോകാൻ എന്താ വഴി? മുംബൈ താനെ ബെലാപൂർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഫീസ് കണ്ടോ? ഭൂമി രാജ്, നവി മുംബൈ മഹാനഗരപാലിക, JNPT, ഉറാൻ, നെറൂൽ, MIDC. ഈ വഴി തന്നെയാണല്ലോ അല്ലേ? കോട്ടയാട് ബൈ മാരിയോട്ട്. ബോംബെയിലൊക്കെ ഒരു സ്ക്വയർ ഫീറ്റിന് എന്തായിരിക്കും വില? സെൻറ്റൊക്കെ വിട്. ഒരു സ്ക്വയർ ഫീറ്റ് സാധനം എന്തായിരിക്കും? ഇവിടെയൊക്കെ സ്ക്വയർ ഫീറ്റ് ആയിരിക്കും. ഞങ്ങളുടെ ഞാൻ കേട്ടിട്ടുണ്ട് അവിടെയൊക്കെ സ്ക്വയർ ഫീറ്റില്ല റേറ്റ് പറയുന്നത്. സെൻറ്റൊന്നും ഇല്ല, സെൻറ്റൊക്കെ വേറെ. നമ്മളവിടെ സെൻറ്റൊക്കെ, ഇവിടെ സെൻറ്റിൻ്റെ പരിപാടിയൊന്നുമില്ല. നമുക്ക് പറ്റുവാണെങ്കിൽ ഷാരൂഖ് ഖാൻ്റെ വീട്ടിൽ പോകണം, സൽമാൻ ഖാൻ്റെ ഫ്ലാറ്റിൻ്റെ അവിടെ പോകണം, അൻ്റെലിയോ മറ്റേ അംബാനിയുടെ വീടിൻ്റെ അവിടെ പോകണം. അവിടെ പോയി വായം പിടിച്ച് നിൽക്കാം. കാണാൻ പറ്റുവാണെങ്കിൽ നല്ലതല്ലേ. ഇവിടെ ബാക്കിൽ ബൈക്കിനൊന്നും മറ്റേ ഹെൽമെറ്റ് വേണ്ടെന്ന് തോന്നുന്നു. കുറേ പേരെ കണ്ട് ഹെൽമെറ്റൊന്നും വിളിച്ചിട്ടില്ല. നാട്ടിലെങ്ങാണൊന്ന് ആലോചിച്ച് നോക്കി. എറിഞ്ഞ് കട്ടക്ക് എറിഞ്ഞിടും, എന്നിട്ട് ഫൈൻ തരും. എങ്ങോട്ടാ? ലെഫ്റ്റാണോ റൈറ്റാണോ? ഇത് എവിടെ? ഇത് ധീരെ ധീരെ മാറിയോട്ട് കണ്ടോ? ഫ്ലൈറ്റ് എമിറേറ്റ്സ് ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്തേക്ക് എമിറേറ്റ്സ് പറന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. മുംബൈ 33 കിലോമീറ്റർ. ഇത് എന്തോന്നാണ് മനുഷ്യനെ പറ്റിക്കുകയാണ്. അതേ മാപ്പിനകത്ത് 16 കിലോമീറ്ററാണ് നടക്കുന്നത്. നിങ്ങൾ ഏത് മുംബൈയുടെ കാര്യം ഉദ്ദേശിച്ചത്? നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അഴുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ എന്തോ റിവറോ എന്തോ പോകുന്നുണ്ട്. വേസ്റ്റ് വെള്ളത്തിൻ്റെ നല്ല സ്മെല്ല്. ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ മുംബൈയിലെത്തി. മുംബൈയിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അവിടെയാണ്. അത് നേരെ അപ്പുറമാണ് നമ്മുടെ താജ്മഹൽ പാലസ്. മറ്റേ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായില്ലേ, അവിടെയാണ് നിൽക്കുന്നത്. ഇതാണ് താജ്മഹൽ പാലസ്, മറ്റേ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായ സ്ഥലം. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്തോ പ്രോഗ്രാം എന്ത് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ മൊത്തം കെട്ടി അടച്ചിരിക്കുക. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആവുന്ന ആൾക്കാരെല്ലാം ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് നേരെ നമ്മൾ റൂം നോക്കിയിട്ടുണ്ട്. അങ്ങോട്ട് പോകണം. ഇവിടെ നിന്നൊരു 26 കിലോമീറ്റർ ഉണ്ട്. സെറ്റപ്പാണ് കേട്ടോ ഈ താജ്മഹൽ പാലസ്. ശരിക്കും റോയൽ സ്റ്റേ ആയിരിക്കും ഇവിടെ താമസിച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ വമ്പ സെക്യൂരിറ്റി ആയിരിക്കും ആ പ്രശ്നം കഴിഞ്ഞാൽ. പിന്നെ ഡബിൾ ഡെക്കർ ബസ് ഉണ്ടോ ഇവിടെ കേട്ടോ എൻട്രി വരുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ. ഇത് നേവൽ ഏരിയ ആണ്, നേവിയുടെ വണ്ടിയാണ് ഈ കിടക്കുന്നത്. സെറ്റപ്പ് ബിൽഡിംഗ് ഒക്കെ കേട്ടോ, പഴയ ബിൽഡിംഗ് ഒക്കെ. പുതിയ പെട്രോൾ പമ്പാണോ? മാറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പിടിച്ചാൽ വേണമെങ്കിൽ കിട്ടും. വേണ്ട, റിസ്ക് എടുക്കണ്ട. അതുണ്ടോ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ട് മുംബൈ. ഈ ബിൽഡിംഗ് ഒക്കെ നമ്മൾ അങ്ങോട്ടൊക്കെ കണ്ടിട്ടില്ലേ സിനിമയ്ക്കകത്തൊക്കെ. ഈ ബിൽഡിംഗ് ആണോ അതോ മറ്റേ റെയിൽവേ സ്റ്റേഷനാണോ? ഇത് നല്ല ട്രാഫിക് കേട്ടോ. ഈസ്റ്റേൺ ഫ്രീ വേ ഉണ്ട്, പക്ഷെ അതിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നോക്കാം. അങ്ങോട്ടൊന്നും പക്ഷെ താഴെ കൂടെ കാണിച്ചു. ബൈക്ക് കയറ്റത്തില്ലായിരിക്കും, നോക്കണം. ഇതൊക്കെ നേവിയുടെ എൻട്രൻസ് ആണ്. നേവൽ ഡോക്യാർഡ്.
ഫുഡ് കഴിച്ചില്ല, ഫുഡ് കഴിക്കണം. ഒരു കാപ്പി കുടിക്കണം അത്യാവശ്യമായിട്ട്. കാപ്പി ചായ കുടിക്കണം, എന്നാലേ ഒന്നൊന്ന് ഓണാകത്തുള്ളൂ. ഇന്നലെ വയറിന് സുഖമില്ലാത്ത കാരണം ഒന്നും കഴിച്ചില്ല. തൈരും അതിനൊരു റസ്ക്കും അതൊക്കെ കഴിച്ചുള്ളൂ. പിന്നെ വെള്ളമായിരുന്നു മൊത്തം. നേവൽ ഡോക്യാർഡ് എസ്റ്റാബ്ലിഷ് 1735 1735 എസ്റ്റാബ്ലിഷ് ചെയ്ത നേവൽ ഡോക്യാർഡ്. അത് സ്വാതന്ത്ര്യം കിട്ടുന്നതിനൊക്കെ ഒത്തിരി ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. അത്രയും പഴയ സെറ്റപ്പ് കേട്ടോ. ആ സമയത്ത് ഇതുപോലൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് കാര്യം. ഇന്നൊത്തിരി റൈഡേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഞായറാഴ്ചയാണ് മെയിനായിട്ട്. ഞായറാഴ്ച റൈഡേഴ്സ് രാവിലെ ഇറങ്ങും മോർണിംഗ് റൈഡിന്. ഇങ്ങോട്ട് വന്നപ്പോൾ രണ്ട് പേര് എനിക്കൊന്ന് റൈഡ് ചെയ്യുന്നതാണ്. ഒരു പെണ്ണൊരു ചെറുക്കണം. അവരെന്നുണ്ട് വട തിന്നുന്നുണ്ട്, ഉഴുന്നുവട റോഡ് സൈഡിൽ. അവിടെ പോയിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് കഴിക്കാം. ഈ അത്യാവശ്യം ഒരു ചായ കാപ്പി വല്ലതും വേണം. ഈ പോകുന്ന വഴിക്കാണ് അവർ കണ്ടത്. നോക്കട്ടെ എവിടെ വേണം. റിസർവ് ബാങ്കിൻ്റെ 2 ബിൽഡിങ്ങാണ് ഈ ലെഫ്റ്റും റൈറ്റും കാണുന്നത്. ഭയങ്കര സെക്യൂരിറ്റിയാണ്. ഇഷ്ടം പോലെ കാശ് കാണാതിരിക്കുമല്ലോ അകത്ത്. പോർഷ് പോയ കണ്ടോ സൗണ്ട് കേട്ടോ. ദാറ്റ് വാസ് പോർഷ്. നമുക്ക് നേരെ പോകണ്ടേ. അയ്യോ, ഞാൻ മറ്റേ റോഡിലാണ് കേട്ടോ മറ്റേ കട. ഇവിടെ എവിടെയെങ്കിലും വേറെ കട കാണും. അല്ല, ഇവിടെ തന്നെയാണല്ലോ. ഇറ്റ് വാസ് സംവെയർ ഹിയർ. ഇവിടെ എവിടെയോ ആയിരുന്നു. മറ്റേ ഇതുണ്ട് കേട്ടോ, പാവ് ബജി അല്ല പാവട. ബോംബെയിലെ മെയിൻ സാധനമാണ്. നമ്മൾ ട്രെയിനിലൊക്കെ വരുമ്പം കാണാൻ പറ്റും പാവട ഇഷ്ടം പോലെ. അതായത് ഈ ബോംബെ അടുക്കാറാകുമ്പോൾ തൊട്ട് പാവട ഇഷ്ടം പോലെ വരും. വഴിതെറ്റിപ്പോയല്ലോ പോയി ഹൈ ഹൈ വഴിതെറ്റിപ്പോയല്ലോ. ആ കട മിസ്സായി. പക്ഷേ പഴയ ബിൽഡിങ്ങുകൾ കണ്ടോ. നമുക്കിവിടുന്ന് യൂട്ടേൺ എടുക്കണം. യൂട്ടേൺ എടുത്തിട്ട് നേരെ പോകണം. ഞാനവിടെ വന്നപ്പോൾ ഒരാളൊന്ന് ചോദിച്ചു, കേരളത്തിൽ ഇത്രയും ദൂരം ഓടിച്ചാണോ വന്നേ, എത്ര കിലോമീറ്ററായി? സത്യം പറഞ്ഞാൽ എത്ര കിലോമീറ്ററാണെന്ന് ഞാൻ നോക്കിയില്ല. യൂട്ടേൺ എടുത്ത് പോവുകയാണെങ്കിൽ അത് കഴിച്ചിട്ട് വരാം. അവിടെ മറ്റേ പാവോടെ ഉണ്ടായിരുന്നുള്ളൂ, മറ്റേ കട മിസ്സായി. കഴിച്ചിട്ട് വന്നാലോ. പിന്നെ അങ്ങോട്ട് പോകും തോറും വേറെ കട കിട്ടിയില്ലെങ്കിൽ കഴിച്ചിട്ട് റിസ്ക് എടുക്കണ്ട. റിസ്ക് എടുത്തു കഴിഞ്ഞാൽ പട്ടിണിയാവും. ഇവിടെ ഉള്ള പോലീസുകാരും മിക്ക പോലീസുകാരും പോലീസ് എന്നുള്ള ബോർഡും അല്ലെങ്കിൽ ഭാരത് സർക്കാർ അല്ലെങ്കിൽ മഹാരാഷ്ട്ര സർക്കാർ എന്നുള്ള ബോർഡും വെച്ചിട്ട് ചുമ്മാ ഓരോ ജാട. ഇതേതോ മിലിറ്ററി ഏരിയയാണ്. മുതൽ കണ്ടില്ലേ. ഇവരൊക്കെ എത്ര നാൾ ഇവിടെ താമസിക്കും. എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് എന്തെങ്കിലും വരുന്ന സമയത്ത് ഇതെല്ലാം പോകും. ഗവൺമെൻറ് ഒന്ന് പൊളിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? പാവങ്ങൾ ഉള്ള സമയം കൊണ്ട് ഗവൺമെൻറ് കൊടുക്കുന്നിടത്തോട്ട് മാറാനുള്ളതിന് കൊടുത്താലും ഇവർ മാറത്തില്ല. ഇവിടെ കണ്ടായിരുന്നു ആ കട, മറ്റേ വടയുടെ അല്ല പാവടയുടെ. പിന്നെ ഇതിൻ്റെ ഇതാണ് ഈ കട. നമുക്ക് ഇവിടുന്ന് പാവടയും ചായ അല്ലേ കാപ്പി കുടിച്ചിട്ട് പോവാം. ഹേ ഗൈസ്, അങ്ങനെ വടാപ്പാവ് കഴിച്ചു, ചായ കുടിച്ചു. വടാപ്പാവിനകത്ത് മൊത്തം മല്ലിയായിരുന്നു. മല്ലിയുടെ ആ തരിയില്ലേ അത്. നോർത്തിലേക്ക് മെയിനായിട്ട് ഈ മഹാരാഷ്ട്രയിലൊക്കെ വന്നിട്ട് ചായ കുടിക്കുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്ക്. ഇഞ്ചി ഇട്ട ചായ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ശ്രദ്ധിച്ച് കുടിച്ചോളൂ. കാരണം ഇവിടുത്തെ ചായക്കകത്തെല്ലാം ഇഞ്ചി ഇടുവരും. എനിക്ക് തീരെ ഇഷ്ടമില്ല. കാരണം ചായക്ക് ചായയായിട്ടുള്ള ആ ഒരു സ്ട്രോങ്നെസ്സും ആ മധുരമൊക്കെ വരുമ്പോഴതിൻ്റെ ആ ഒരു ഗുമ്മ കിട്ടും. അതിനകത്തോട്ട് ഇഞ്ചി എല്ലാം കിട്ടി ഇരിച്ച് പറിച്ച് പിന്നെ ചായ കുടിക്കുന്നതിനാണ്. ആ ചായയുടെ ഒരു ഗുമ്മ നശിപ്പിക്കും ഇവർ. ഇവിടെ മിക്കയിടത്തും എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ ഇഞ്ചി ഇട്ടിട്ട് ചായ കുടിക്കത്തുള്ളൂ. നമ്മളൊരു വടാപ്പമൊക്കെ കഴിച്ചൊരു ചായ കുടിച്ച് നല്ല നൈസായിട്ടൊരു ചായ കുടിക്കുമ്പോഴത്തേനും ആ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കേട്ടോ, ആ ഇഞ്ചി ഇട്ട് കഴിയുമ്പോൾ അങ്ങ് പോയി കിട്ടും. റൂമിൽ നല്ല വൈഫൈ കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ ബോംബെ കൂടെ ഒന്ന് വണ്ടി പിടിക്കാൻ പറ്റി. സ്കൂട്ടർ കയറ്റി വിടില്ല ഗൈസ്. അതാണ് ഹൈവേ കൂടെ കാണിക്കാത്ത. ആ താഴത്തെ വഴി കൂടെ തന്നെ പോകണം. മൊത്തം ഹമ്പെന്ന് വെച്ചാൽ മൊത്തം ഹമ്പാണ്. ഹമ്പിൻ്റെ അയ്യര് കളിയാണ്. കമ്മീഷണർ ഓഫ് പോലീസ് റെയിൽവേസ്
RTFിൻ്റെ കമ്മീഷണറിൻ്റെ ഓഫീസ്. ബോംബെയിലെ ഫേമസ് ടാക്സി ഉണ്ട്, മഞ്ഞ ആൻഡ് കറുപ്പ്. മറ്റേ മണവാളിനെ കൊണ്ട് കൊച്ചിൻ ഹനീഫ് വന്ന ഈ കാറിലല്ലേ? സാൻട്രോ ആയിരുന്നു, അതായതായിരുന്നു, അതോ അംബാസഡർ ആയിരുന്നു? ബൈക്കുകാർക്കൊന്നും ഒരു വിലയില്ലടേ, ബൈക്കുകാരെ മേളിൽ കൂടെ വിടത്തില്ലടേ. മേളിൽ കൂടെ ആയിരുന്നു ഇപ്പം അങ്ങനെയല്ലായിരുന്നു. ബൈക്കിലൊരു വേൾഡ് ടൂർ എൻ്റെ ഒരു വലിയ സ്വപ്നമാണ്. മീൻസ് എൻ്റെ സ്വപ്നമെന്ന് ഞാൻ പറഞ്ഞിട്ട് വലിയൊരു ആഗ്രഹമാണ് ബൈക്കിൽ ഒരു വേൾഡ് ടൂർ പോകാം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ റെക്കോർഡിങ് ഇല്ലായിരുന്നല്ലോ, മറ്റേ ഇങ്ങോട്ട് വന്നപ്പോൾ ഇല്ലായിരുന്നു, കാരണം അതിൻ്റെ മെമ്മറി കാർഡ് ഫുള്ളായി. അന്നല്ലെങ്കിൽ വേറൊന്ന് ഓരോരോ ഇതുണ്ട്, അത് നമുക്കെല്ലാം റെക്ടിഫൈ ചെയ്യണം. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ്, ഇതൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ, ഇതൊക്കെ ക്ലിയർ ചെയ്യണം. ഇറ്റ് വിൽ ടേക്ക് ടൈം. നമുക്ക് ഓരോന്നിലേക്ക് ഇറങ്ങുമ്പോഴേ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയത്തുള്ളൂ. അപ്പം നിങ്ങൾ എന്തിനു വേണ്ടിയെങ്കിലും ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടെങ്കിൽ അത് ഇറങ്ങി ചെയ്യുക, അപ്പോഴേ അതിനകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം വെച്ചിട്ട് നിന്നിട്ട് കാര്യമില്ല. ഇറങ്ങിക്കോ, ഒന്നും സംഭവിക്കാനില്ല. കാരണം എന്ത് സംഭവിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കും, അല്ലാതെ വേറെ പ്രത്യേകിച്ച് അതിനകത്ത് സംഭവിക്കാനൊന്നുമില്ല. നമ്മുടെ ജീവൻ അപകടമില്ലെങ്കിൽ പിന്നെ എന്തിനാ പേടിക്കുന്ന? എന്തിനാണ്? ധൈര്യമായിട്ട് ചെയ്തോളൂ. ചെയ്യുമ്പോൾ നമ്മൾ ഓരോന്നിനെ പറ്റി പഠിക്കും നന്നായിട്ട്. നമ്മൾ ആ ഏരിയയിൽ എക്സ്പേർട്ടാവും. ഞാൻ വ്ളോഗിങ് ചെയ്തിട്ടുണ്ട് നേരത്തെ, പക്ഷേ അതെനിക്ക് തന്നെ ഇഷ്ടമല്ലായിരുന്നു എൻ്റെ വ്ളോഗിങ്. ബട്ട് ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെന്ന് എനിക്കറിയായിരുന്നു. ഇതുകൊണ്ട് ക്രെയിനുകളുടെ ക്രെയിനുകാരൊക്കെ ഇവിടെ കൊണ്ട് നിർത്തിയിടുന്നെന്ന് തോന്നുന്നു. ഇവിടെ എന്താണെന്ന് തോന്നുന്നു ക്രെയിനുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്നത്. എത്ര ക്രെയിനാണ് നോക്കിയാൽ. ഇൻഡസ്ട്രിയൽ ഏരിയ അല്ലേ. ഇന്ത്യ വേറെ എവിടെയും കാണാത്ത മെഷീൻസൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതാണ് ബോംബെ. മുംബൈ. എത്ര പേര് മുംബൈയിൽ കൊച്ചിയിൽ വന്നിട്ടുണ്ട് രക്ഷപ്പെടാൻ. അവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടാവുമോ? ഞാനൊരു കഥ സ്ഥിരമായിട്ട് കേൾക്കുന്ന എൻ്റെ 2 അമ്മാവന്മാർ. അവർ കൊണ്ട് ഗൾഫിന് പോകാൻ വേണ്ടി ബോംബെക്കാണ് വന്നത്. പക്ഷെ 2 പേരും ഗൾഫിന് പോയില്ല. ഞാനും അതുപോലെ. എനിക്ക് വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ്, വിങ്ങലാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫ്രീഡം എങ്ങും കിട്ടത്തില്ല. നമ്മൾ വേറെ എവിടെ പോയാലും നമ്മൾ അന്യനാണ്, നമ്മൾ വരത്തൻ തന്നെയാണ്. നമ്മളിപ്പോൾ അവിടെ സിറ്റിസൺ ആയെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ വരത്തനാണ്. ഓൺ പേപ്പറേ നമ്മൾ സിറ്റിസൺ ആവുന്നുള്ളൂ, ബാക്കി അവിടെയുള്ള ആൾക്കാരുടെ മൈൻഡിൽ നമ്മൾ സിറ്റിസൺ ആവുന്നില്ല. നമുക്ക് നാട്ടിൽ അത്യാവശ്യം നന്നായിട്ട് ജീവിക്കാൻ മാർഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ തന്നെ നിൽക്കുന്നതല്ല. ഞാൻ എങ്ങനെയെങ്കിലും കഴിഞ്ഞ് പോകുന്നുള്ളതല്ല. അങ്ങനെ കഴിഞ്ഞ് പോയിട്ട് കാര്യമില്ല. കാരണം നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകാനോ അല്ലെങ്കിൽ ഉണ്ടാക്കാനോ പറ്റില്ല. ആവണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത്യാവശ്യം നിൽക്കാൻ, നല്ല രീതിയിൽ ജീവിക്കാൻ മാർഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ തന്നെ നിൽക്കുന്നത് നല്ലത്. എങ്ങനെയെങ്കിലും തട്ടിമുട്ടി പോയിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ നാട്ടിലെ ആ ഒരു ഇതുണ്ടല്ലോ, അത് വേറെ എങ്ങും കിട്ടില്ല. നമ്മുടെ ഫാമിലീസ്, നമ്മുടെ സ്ഥലം, നമ്മുടെ കുടുംബങ്ങൾ. പുറത്ത് പോയി കഴിഞ്ഞാൽ പ്രാരാബ്ധം ജോലിയാണ്. ഒരു ദിവസം ജോലി ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര പാടാണ്. നാട്ടിൽ നമ്മൾ ഒരു ദിവസം ജോലി ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം. പുറത്ത് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് പുറത്ത് നിന്ന് വീടൊക്കെ മേടിച്ച് കടങ്ങളെല്ലാം മാറി സെറ്റായി നല്ലതാണെന്നുണ്ടെങ്കിലും ഒക്കെ. പുറത്ത് പോയി പട്ടിണി കിടക്കണമെങ്കിൽ തന്നെ പൈസ വേണം. നാട്ടിൽ പക്ഷേ പട്ടിണി കിടക്കാൻ പൈസ വേണ്ട, ഒന്നും വേണ്ട, ഈസി ആയിട്ട് പട്ടിണി കിടക്കാം. അതാണ് വ്യത്യാസം. ഞാനൊന്നും പറഞ്ഞുകൊണ്ട് പട്ടിണി കിടക്കാന്നുള്ളതല്ല, നമുക്ക് എല്ലാവർക്കും ഒരു അംബീഷൻ ഉണ്ടായിരിക്കണം. നല്ല അംബീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് അന്നന്നത്തേനുള്ള കിട്ടി ജീവിച്ച് പോകാന്നുള്ള മൈൻഡാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാലത്തും രക്ഷപ്പെടത്തില്ല. നമ്മളിങ്ങനെ ജീവിച്ച് തീർക്കും ജീവിതം. ഡെയിലി 500 അല്ലെ 1000 കിട്ടുന്നു, അതുകൊണ്ട് ജീവിച്ച് പോകുന്നു എന്നുള്ള സെറ്റപ്പാണെങ്കിൽ നമ്മളെന്നും ആ ലെവലിലായിരിക്കും. ആ ലെവൽ ചേഞ്ച് ആകും. നമുക്ക് ലെവൽ അപ്ഗ്രേഡ് ചെയ്യണം എപ്പോഴും. അല്ലെങ്കിൽ നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ. കാരണം അത് വെറുതെ വേസ്റ്റാക്കാൻ പാടില്ല. ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വെറുതെ ചുമ്മാ ഡെയിലി ജോലി ചെയ്ത് ജീവിച്ച് തീർക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ്? ഗായ്സ്, ഇനി ഇവിടുന്ന് ഒരു 13 മിനിറ്റ് ഉണ്ട്, അതായത് 5.1 കിലോമീറ്റേഴ്സ് ഉണ്ട്. ആൾക്കാർ ഭയങ്കര റെസ്പോൺസ് കേട്ടോ ഈ ഒരു സെറ്റപ്പിൽ പോകുമ്പോഴേ, സ്റ്റോറിങ്ങിനുള്ള സെറ്റപ്പിൽ പോകുമ്പോഴേ. പ്രത്യേകിച്ച് പിള്ളേരൊക്കെ ഭയങ്കര, കൊച്ചു പിള്ളേർക്കൊക്കെ ഭയങ്കര ക്രേസാണ്. അത് വെച്ചേർക്കാൻ ചോദിച്ചു എവിടെ പോകണം, എങ്ങനെയാണ്, എന്നാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂടുതലും കൊച്ചു പിള്ളേർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവർ ഈ ഡെയിലി വീഡിയോ ഒക്കെ കണ്ടിട്ടേ ട്രാഫിക്കിലൊക്കെ നിർത്തുമ്പോൾ
ചോദിക്കുക ഓരോരുത്തർ. അപ്പോൾ വന്ന വഴിക്ക് ഞാൻ അതുപോലെ ഒരു മലയാളി ചേട്ടൻ പോലെ നിർത്തി. ഇവിടെ വെച്ചല്ല, മൈസൂർ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ അടുത്ത എയർപോർട്ട് കേട്ടോ. ഏതാണ്ട് 1 മിനിറ്റിൽ തന്നെ 3-4 ഫ്ലൈറ്റ് ഇറങ്ങുന്നത്. 3 അല്ല, ഒരു മിനിറ്റിൽ തന്നെ 2 എണ്ണം മിനിമമെങ്കിലും ഇറങ്ങുന്നുണ്ട്. ഇത്രയ്ക്ക് തിരക്കുള്ള എയർപോർട്ടല്ല. ഒരു മെട്രോ സ്റ്റേഷനാണ്, സാൽഫ എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷൻ. ഇവിടെ മറ്റേ വലിയ ഓട്ടോ കാണുന്നില്ല കേട്ടോ, വലിയ ഡീസൽ ഓട്ടോ ഇല്ല, അതില്ല, എല്ലാം ചെറിയ ഓട്ടോസ്. CNG അല്ലേ, പെട്രോളാണോ? അല്ല. അവിടെ ഒരു ഡോർമെറ്ററി. ഇതേ ഇങ്ങനത്തെ സെറ്റപ്പുകളാണെങ്കിൽ ഞാൻ എടുക്കത്തില്ല.